രാജേഷിനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെ മറക്കാനും പറ്റില്ല. തൻ്റെ ജീവൻ കളഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്തോ എന്നുള്ള രീതിയിലായിരുന്നു. ഇതേ കണക്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് ഒരു ഇൻ്റർവ്യൂ പോലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല, ഒരുപാട് കടങ്ങളുണ്ട്, അതോടെ തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാനുണ്ട്, അത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്നിരുന്നാലും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരുണ്ട് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ഇവർക്കുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. തീർച്ചയായിട്ടും ആ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ വളർന്നു വരികയാണ്, അവർക്ക് പഠിക്കാനൊക്കെ വേണം. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ രാജേഷ് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം ഭയങ്കര കഷ്ടത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ എന്തായിരുന്നാലും ശരി, സർക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സർക്കാർ മാത്രമല്ല വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്നെങ്കിൽ അതും കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു.